ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാനിന്ന് ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ കുറച്ച് അടുക്കളത്തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുളക് കൃഷിയുടെയും പിന്നെ മഞ്ഞൾ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസാണ്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇത് ഞാൻ മുളകിൻ്റെ വിത്ത് പാവിയിട്ട് അത് കുഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ മുളകൊക്കെ ഉണക്കാൻ വേണ്ടി വാങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ വിത്തുകളുണ്ടാകുമ്പോൾ അത് പാവിയിട്ട് അത് കുഴിച്ചിട്ടതാണ്. അതിൽ മണ്ണും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പലതരം 2-4 മുളകുകളുണ്ട് കേട്ടോ. തൈകൾ വെച്ച് നോക്കുമ്പോൾ വെറൈറ്റി മുളക് തൈകളായിട്ട് നമ്മളുടേതായ ആവശ്യങ്ങൾക്ക് നമുക്ക് മുളകൊന്നും വാങ്ങണ്ടല്ലോ. ഞാൻ അത്രയും ഒരു വർഷമായിട്ട് ഞാൻ മുളകുകളൊന്നും വാങ്ങാറില്ല. കാരണം എൻ്റെ തോട്ടത്തിൽ ഇതൊക്കെ ഇപ്പോൾ കുറവാണ്. ഇതിൻ്റെ മേലൊക്കെ നല്ല ഉണ്ടാവാറുണ്ട്. എല്ലാ തരം മുളകുകളും 10 തരം മുളകുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഉണ്ടായി വരുമ്പോൾ ഇനി അത് കുറച്ചും കൂടി വളമൊക്കെ ഇട്ടിട്ട് ശരിയാക്കാനുണ്ട്. പിന്നെ അതേപോലെയുള്ളതാണ് കണ്ടില്ലേ, ഞാൻ മഞ്ഞളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ പാവിയിട്ട് അത് മഴ പെയ്തപ്പോൾ മുളച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പറമ്പിൽ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത് പറഞ്ഞു ഒരു ഏരിയ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് തരാൻ പറഞ്ഞ് ഞാനങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കളച്ചിട്ട് ഇട്ട് തരാൻ പറഞ്ഞു കേട്ടോ. കണ്ടില്ല ഇങ്ങനെ ഒരു ഏരിയ. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല പറഞ്ഞിട്ട് അതിങ്ങനെ ഏരിയ എടുത്തിട്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു കവറിലല്ലേ മഞ്ഞളൊക്കെ പാവിയിട്ടുള്ളത്. അതിലുണ്ടായാൽ നമുക്ക് അധികം ഉണ്ടാവില്ല. മഞ്ഞളുണ്ടാവാൻ പണിയാണ്. അപ്പം ഞാനിങ്ങനെ ഏരിയ എടുത്തിട്ട് അതിലിട്ട് കൊടുത്താൽ നമുക്ക് കുഴപ്പമില്ല. അതിൽ ഓരോ തൈകളായിട്ട് സെപ്പറേറ്റ് വെച്ച് കൊടുത്തെങ്കിലല്ലേ നല്ല കളുണ്ടാവുള്ളൂ. അപ്പം ഞാൻ കണ്ടില്ലേ, അതിൽ ഓരോ തൈകളായിട്ട് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടണ നേരത്ത് ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ. പിന്നെ മുളകുകളായാലും അത് കഴിഞ്ഞ് മുളകിനൊക്കെ ഇനി കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ശരിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് അതേമാതിരി ഞാൻ ഇഞ്ചിയും ഇതേപോലെ പാവിയിട്ടുണ്ട്. അതിനി തൈകളായിട്ട് വേണം, എന്നിട്ടത് വേറെ കവറിലേക്ക് മാറ്റി കുഴിച്ചിടണം. പിന്നെ കവറിലാണ് കുറച്ച് കൂടുതൽ തൈകളുണ്ടെങ്കിലല്ലേ നമുക്ക് ഇതേപോലെ ഏരിയ എടുത്തിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.